ഓക്കെ, ലേബറിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യാം. ലൊക്കേഷൻ എ, ലൊക്കേഷൻ ബി ഉണ്ട്. സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ബേസിക് റേറ്റ് ഓഫ് വേജസ് ആർ സെയിം ഫോർ ബോത്ത് ജോബ്. സ്റ്റാൻഡേർഡ് ടൈമും ബേസിക് റേറ്റ് ഓഫ് വേജസ് രണ്ട് ജോബിനും ഒരുപോലെയാണ്. ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ സിമിലർ മെഷീനിൽ തന്നെയാണ്. രണ്ട് ജോബിനും ടൈം അലൗഡ് 60 hours ആണ്. ലൊക്കേഷൻ എക്ക് 60 hours, ലൊക്കേഷൻ ബിക്ക് 60 hours. Job at location A is completed in 36 hours. അപ്പം രണ്ട് ലൊക്കേഷൻ ഉണ്ട്, ലൊക്കേഷൻ എ ആൻഡ് ബി. എയുടെ ലൊക്കേഷനിൽ എക്കും ബിക്കും രണ്ടുപേർക്കും 60 hours തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എ 36 hours കംപ്ലീറ്റ് ചെയ്തു, ബി 48 hours കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ എത്രയാണ് സേവിങ്സ് വന്നത്? എ സേവ് ചെയ്തത് 24 hours, ബി സേവ് ചെയ്തത് 60 minus 48, 12 hours ഡിഫറൻസ്. ഇത്രയാണ് സേവ് ചെയ്തത്. അവർക്ക് അലോട്ട് ചെയ്ത ടൈം, അവർ കൺസ്യൂം ചെയ്ത സമയം. ഓക്കെ, ഇനി ഇതിന്റെ ഫോർമുലയിലേക്ക് പോകാം. ഫോർമുലയിൽ എന്താ? അതുകൂടാതെ ഇവിടെ ഫസ്റ്റ് ഇതിൽ പറയുന്നുണ്ട് ലൊക്കേഷൻ എ ഉപയോഗിച്ച് റോവൻ പ്ലാൻ ആണ്. റോവൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ പ്ലസ് ടൈം സേവ്ഡ് ഡിവൈഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്. ഓക്കെ, ടൈം ടേക്കൺ 36. അപ്പൊ നമുക്ക് ഇവിടെ അറിഞ്ഞുകൂടാത്ത വേജ് റേറ്റ് പെർ അവർ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ വേജ് റേറ്റ് പെർ അവർ നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് റുപ്പീസ് വൈ പെർ അവർ ആയിട്ട് നമ്മൾ കാണും. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ എത്രയാണ്? റോവൻ പ്ലാനിൽ 36 ലൊക്കേഷന് 36 hours ആണ് ടൈം എടുത്തേക്കുന്നത്. റേറ്റ് പെർ അവർ നമുക്ക് അറിഞ്ഞുകൂടാത്ത റുപ്പീസ് 5 കൊടുക്കും. ടൈം അവർ സേവ് ചെയ്തത് എത്രയാണ്? 24 hours. ടൈം അവർക്ക് അലോ ചെയ്ത് കൊടുത്തത് 60 hours. അവർ 36 hours ആണ് ടൈം ടേക്കൺ. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 14.4 കിട്ടും. 24 into 36 divided by 60 is equal to 14.4 എന്ന് നമുക്ക് ഈ ഫ്രാക്ഷൻ പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. 14.4 ഇൻറ്റു ടൈം ഇൻറ്റു റേറ്റ് നമുക്ക് അറിഞ്ഞൂടെ, അപ്പോൾ റുപ്പീസ് വൈ ആവും. അങ്ങനെയാണത് 36y പ്ലസ് 14.4y എന്നാകുന്നത്. വേജസ് ഫാക്ടറി ഓവർഹെഡ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓവർഹെഡ് അക്കൗണ്ട് ഫോർ റുപ്പീസ് 20 per hour ആണ്. അതുകൊണ്ടാണ് 36 hours നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഇൻറ്റു 20 ആയത്. ഇനി അതുപോലെ തന്നെ ലൊക്കേഷൻ ബി ഉപയോഗിച്ചിരിക്കുന്ന ഏത്? ഹാൽസി പ്ലാൻ ആണ്. ഫസ്റ്റ് പ്ലാൻ ആണ് ഉപയോഗിക്കുന്നത്. അവരെടുത്ത ടൈം എത്രയാണ്? അവർ 48 hours ആണ് എടുത്തത്, അല്ലെ? 48 hours ആണ് എടുത്തത്. എടുത്ത ടൈം 48 hours. ടൈം റേറ്റ് നമുക്ക് അറിഞ്ഞൂടാ. അവർ സേവ് ചെയ്ത് തന്ന സമയം എത്രയാണ്? 12 hours സേവ് ചെയ്ത്. 12 hours-ന്റെ 50%. 50% into 12 hours 6. ഓക്കെ, അപ്പൊ ടൈം ടേക്കൺ 48 hours, ടൈം റേറ്റ് അറിഞ്ഞൂടാ. ടൈം സേവ്ഡ് 50% of 12 hours 6 ടൈം റേറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 48 into y, ടൈം റേറ്റ് അറിഞ്ഞുക, ഇൻറ്റു റുപ്പീസ് വേജസ് പെർ അവർ y പ്ലസ് 6y. ഇനി നമ്മൾ 48 hours വർക്ക് ചെയ്തു, അപ്പോൾ 20 rupees per hour ആയതുകൊണ്ട് 48 into 20. ഇനി വേജസ് ഫാക്ടറി ഓവർ ഹെഡും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. വേജസ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പം ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് എത്രയാണ് കോസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. At the respective places are job at location A is complete in 36 hours, while at location B has taken 48 hours. Conversion cost at the respective places are rupees 1,224 1,500 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പൊ ഫാക്ടറി കോസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഫോർമുല 36y plus 14.5y. ഇത് ഫസ്റ്റ് ഉള്ള വേജസും ഫാക്ടറി ഓവർഹെഡ്സും രണ്ടും കൂടെ കൂട്ടുമ്പോൾ is equal to factory cost. എന്താണ് ഫോർമുല? വേജസ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ് is equal to factory cost. അങ്ങനെയാണ് 36y plus 14.4y എന്ന് പറയുമ്പോൾ എത്രയാണ്? 36 plus 14.4 എന്ന് പറയുമ്പോൾ 50.4 ആയി. 50.4y plus 36 into 20 എന്ന് പറയുമ്പോൾ
720 is equal to 1224. Location B യിലും 48y plus 6y എന്നാണ് 54y plus 48 into 20 960 is equal to 1500. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് y എന്ന് പറയും ₹10 അതായത് വേജ് എന്ന് പറഞ്ഞാൽ ₹10 per hour ആണ് നമുക്ക് മനസ്സിലാവും. ആ അപ്പോൾ y കിട്ടിയപ്പോൾ y കൊണ്ട് ഈ ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള എമൗണ്ട് കിട്ടും. 50.4 into yക്ക് പകരം 10, 36 into 20 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1224 തന്നെ കിട്ടും. 54 into yക്ക് പകരം 54 into 10 plus 48 into 20 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസ് ഈക്വൽ ടു 1500. ഇനി efficiency rating procedure. Determining standard time or performance standard, time study ഉണ്ട്, motion study or work study ഉണ്ട്. Measuring actual performance of work ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട് ടൈം സ്റ്റഡി വെച്ചിട്ടുള്ളത്. ഇനി ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ നോക്കും. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ടൈം ടേക്ക്, എത്ര സമയം എടുത്തു. അതായത് എഫിഷ്യൻസി കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ അപ്പുറം നമ്മൾ പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഉണ്ടാക്കിയാലല്ലേ എഫിഷ്യൻസി കൂടത്തുള്ളൂ. സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഇൻറ്റു 100 ആണ് എഫിഷ്യൻസി പെർസെൻറ്റേജ്. If the time taken by a worker on a job equals or less than standard time, then he is rated efficient. If time taken ഒരു വർക്കർ എടുക്കുന്ന സമയം കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും കുറവാണെങ്കിൽ അദ്ദേഹം എഫിഷ്യന്റ് എന്ന് പറയും. Need for efficiency rating. When a firm follows a system of payment by results, the payment has a direct relationship with the output given by a worker. പേയ്മെന്റ് കൊടുക്കുമ്പോൾ ആ വർക്കർ തരുന്ന ഔട്ട്പുട്ടിനും തമ്മിൽ ബന്ധമുണ്ട്. എഫിഷ്യൻസി ഓഫ് റേറ്റിംഗ് ഓൾസോ ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ പ്രിപ്പയറിംഗ് എംപ്ലോയി റിക്വയർമെന്റും ബഡ്ജറ്റ്, എത്ര എംപ്ലോയീസ് വേണമെന്നൊക്കെ നോക്കാനും മാൻ പവർ റിക്വയർമെന്റും നോക്കാനും നമ്മളെ സഹായിക്കും. Employee productivity. It is measured by output in relation to input. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കി അവർ എത്ര വർക്ക് ചെയ്തു, എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു, ഇതെല്ലാം നോക്കിയാണ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി നോക്കുക. ഫാക്ടേഴ്സ് ഓൺ ഇൻക്രീസിങ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. എംപ്ലോയിങ് ഓൺലി ദോസ് വർക്കേഴ്സ് ഹു സ്കോററ്റ് റൈറ്റ് ടൈപ്പ് ഓഫ് സ്കിൽ. ഇപ്പോൾ റൈറ്റ് ടൈപ്പ് ഓഫ് സ്കില്ല് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബട്ടൺ ഉണ്ടാക്കാനാണെങ്കിൽ ബട്ടൺ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെ തന്നെ ബട്ടൺ ഉണ്ടാക്കാൻ വേണ്ടി സ്കില്ലുള്ള ആളെ തന്നെ ഏൽപ്പിക്കണം. അല്ലാതെ ടൈലറിങ് അറിയാവുന്ന ആൾക്ക് ടൈലറിങ് കൊടുക്കണം. നേരെ തിരിച്ചു കൊടുത്ത വർക്ക് എഫിഷ്യൻസി വരില്ല. പ്ലേസിങ് എ റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ടു എ റൈറ്റ് ജോബ്. റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണിന് റൈറ്റ് ജോബിൽ വെക്കുക. ട്രെയിനിങ് യങ് ആൻഡ് ഓൾഡ് വർക്കേഴ്സ് ബൈ പ്രൊവൈഡിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി കൊടുത്ത് യങ്ങും ഓൾഡ് വർക്കേഴ്സിന് അഡീഷണൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക. ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു അവോയ്ഡ് ദ സിറ്റുവേഷൻ ഓഫ് എക്സസ് ഓർ ഷോർട്ടേജ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസ് സീസണൽ ആണെങ്കിൽ എംപ്ലോയീസിന്റെ കൂട്ടിലും കുറവിലും വരുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. Absorption rate of employee cost. Employee cost as stated above include monetary compensation, non-monetary benefits കൊണ്ട് വർക്കേഴ്സിന്. മോണിറ്ററി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ മോണിറ്ററി കോമ്പൻസേഷൻ ബേസിക് പേ, ബോണസ്, ഡിയർനെസ് അലവൻസ്, PF and ESI കോൺട്രിബ്യൂഷൻ, ഹോളിഡേ ആൻഡ് ലീവ് വേജസ്, ഇതൊക്കെയാണ് മോണിറ്ററി കോമ്പൻസേഷൻ ആയിട്ട് ഉള്ളത്. നോൺ മോണിറ്ററി എന്ന് പറഞ്ഞാൽ അവർക്ക് മെഡിക്കൽ, അതായത് പൈസ ആയിട്ട് കൈ കിട്ടുന്നതാണ് മോണിറ്ററി കോമ്പൻസേഷൻ. ഈ ബോണസും ഡിയർനെസ് അലവൻസ്, ESI കോൺട്രിബ്യൂഷനും ഹോളിഡേ ആൻഡ് ലീവ് വേജസ്. നോൺ മോണിറ്ററി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് കിട്ടില്ല, പക്ഷെ മെഡിക്കൽ ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ഫെസിലിറ്റി, ഹൗസിംഗ് ആൻഡ് സോഷ്യൽ വെൽഫെയർ, കോസ്റ്റ് ഓഫ് സബ്സിഡൈസ്ഡ് ക്യാൻറ്റീൻ ഒക്കെയാണ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ഉണ്ട്. എക്സ്ട്രാ പേയ്മെന്റ് ഈസ് നോട്ട് ഫോർ എനി പർട്ടിക്കുലർ ജോബ്. ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയുള്ള ആയിരിക്കില്ല അത്. അതായത് എക്സ്ട്രാ പേയ്മെന്റ് ഈസ് നോട്ട് ഫോർ എനി പർട്ടിക്കുലർ ജോബ്. നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് അതെന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ഹോളിഡേ ആൻഡ് ലീവ് വേജസ് വരും. റേറ്റ് പെർ അവർ. ടോട്ടൽ ഓഫ് ഈ മോണിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നത് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അവേഴ്സിന് നോർമൽ ആയിട്ട് ഐഡിയൽ ടൈം ഉണ്ടായിരിക്കുമല്ലോ, കുറച്ച് ഇച്ചിരി റെസ്റ്റിംഗ് ടൈമും അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ റേറ്റ് പെർ അവർ ഈസ് ഈക്വൽ ടു ടോട്ടൽ മോണിറ്ററി പ്ലസ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ അവേഴ്സ് മൈനസ് നോർമൽ ഐഡൽ ടൈം. അടുത്ത നോക്കാം. ഒരു വർക്കറിന് 10,000 പെർ മന്ത് ആണ് സാലറി. ഡിയർനെസ് അലവൻസ് 2,000 പെർ മന്ത് ആണ്. വർക്കർ PF കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 10% ആണ്. എംപ്ലോയർ ഓൾസോ കോൺട്രിബ്യൂട്ട് സെയിം എമൗണ്ട് ആസ് എ എംപ്ലോയി. എംപ്ലോയറും ഇതുപോലെ 10% ഇടുന്നുണ്ട്.
ESI premium 6.5% of wages. 6.5% wages 1.75% already ജോലിക്കാരന്റെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട്. അപ്പൊ ബാക്കി 4.75 കൊടുത്താൽ ഓണർ ഇടുന്നുള്ളൂ. It is the firm's practice to pay 2 months wages bonus each year. The number of working days in a year 300 of 8 hours each are working. Out of this, the worker is entitled to 15 days leave on full pay. Calculate wages paid to worker during the year എന്ന് പറയുമ്പോൾ 10,000 basic plus 2,000 dearness allowance multiply ചെയ്യും into 12. 12,000 into 12 എന്ന് പറഞ്ഞാൽ 1,44,000 ആണ് അയാളുടെ സാലറി. ഇനി പി എഫിന് 10% കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓണറും അതുപോലെ ഓണറിന്റെ കോൺട്രിബ്യൂഷൻ 10%. അപ്പൊ 144,000 10%. ESI 6.5 1.75 ജോലിക്കാരൻ തന്നെ അടയ്ക്കുന്നുണ്ട്. ബാക്കി 4.75 എടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് 144,000 into 4.75% എന്ന് പറഞ്ഞാൽ 6840. ബോണസ് 2 months wages എന്ന് പറയുമ്പോൾ ബേസിക് പ്ലസ് ഡിയർനസ് അലവൻസ് 24,000. ബേസിക്കും ഡിയർനസ് അലവൻസ് കൂടുമ്പോൾ 10,000 പ്ലസ് 2,000 12,000 ഇൻറ്റു 2 മാസത്തെ ഈക്വലൻ സാലറിയാണ് ബോണസ്. അതുകൊണ്ട് 24,000. ഇത് കൂട്ടുമ്പോൾ 1,89,240. എഫക്റ്റീവ് അവേഴ്സ് എന്ന് പറയുമ്പം ഓൾറെഡി 300 ഇൻറ്റു 8 hours ആണ്. 300 days into 8 hours ആണ്. പക്ഷെ അതിൽ 15 days into 8 hours ഫുൾ പേ വിത്ത് വേജസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം? 300 into 8 hours 300 into 8 എന്ന് പറയുമ്പോൾ 2,400. ലീവ് വിത്ത് പേ ആണ്. 15 into 8 എന്ന് പറയുമ്പം 120. ഇത് കുറച്ച് കഴിയുമ്പോഴോ 2,280 ആണ് എഫക്റ്റീവ് ആയിട്ട് അവേഴ്സ്. പിന്നെ ലീവ് വിത്ത് ഫുൾ പേ കുറച്ച് ബാക്കിയുള്ള എഫക്റ്റീവ് വർക്ക് ചെയ്തത്. അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയം ഐഡിൽ ടൈം കുറയ്ക്കണമെന്ന് നമ്മൾ ഇവിടെ ഫോർമുലയിൽ പഠിച്ചില്ലേ? അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് റേറ്റ് പെർ അവർ എന്ന് അറിയാൻ വേണ്ടി 189,240 തുല്യമായിട്ടുള്ള എമൗണ്ട് ഓണർ ജോലിക്കാരന് കൊടുക്കുന്നുണ്ട്. ഡിവൈഡ് ബൈ 2,280 രൂപ. 189,240 ഡിവൈഡഡ് ബൈ 2280 ചെയ്യുകയാണെങ്കിൽ ₹83 പെർ അവർ ആണ് വേജ് റേറ്റ്. ഓക്കെ. ഇനി പേറോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ടൈം കീപ്പിംഗ് ഉണ്ട്. HR ഡിപ്പാർട്ട്മെന്റ് അവരുടെ എംപ്ലോയി ഡീറ്റെയിൽ, അറ്റൻഡൻസ് ടൈം, വേജും സാലറി ഷീറ്റും, പേയ്മെന്റ് ടു എംപ്ലോയീസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും അവരും, ഡെപ്പോസിറ്റ് സ്റ്റാറ്റുറ്ററി എത്രയൊക്കെ സാലറി EPF PF ഇടുന്നൊക്കെ നോക്കുന്നതാണ് ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. പേറോൾ പ്രൊസീജിയറിൽ എംപ്ലോയീസിനും ഉണ്ട്, സ്റ്റാറ്റുറ്ററി ബോഡീസും ഉണ്ട്. ഡിഡക്ഷൻസ് എന്തിനൊക്കെ പോകും? PF, ESI, TDS, പ്രൊഫഷണൽ ടാക്സ്, വോളണ്ടറി കോൺട്രിബ്യൂഷൻ ടു PF, കോൺട്രിബ്യൂഷൻ ടു ബെനവലന്റ് ഫണ്ട്, ലോൺ ഡിഡക്ഷൻ, അതർ ഡിഡക്ഷൻസ്. ടൈം കീപ്പിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ ഓഫ് പേറോൾ, കാൽക്കുലേറ്റിംഗ് ഓവർ ടൈം, അസർട്ടൈനിങ് ഐഡിൽ ടൈം, ഡിസിപ്ലിനറി പർപ്പസസ്. മെത്തേഡ്സ് മാനുവൽ ഉണ്ട്, ഓട്ടോമേറ്റഡ് ഉണ്ട്. മാനുവൽ അറ്റൻഡൻസ് രജിസ്റ്റർ, മെറ്റൽ ഡിസ്കൗണ്ട്. ഓട്ടോമേറ്റഡ് ആണെങ്കിൽ പഞ്ച് കാർഡ് വഴി, ബയോമെട്രിക് വഴി ടൈം കീപ്പിംഗ്. ഇനി ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആക്ടിവിറ്റി ഓഫ് എംപ്ലോയി ഈസ് റെക്കോർഡ്. ഒബ്ജക്റ്റീവ്സിന് ഫോർ കോസ്റ്റിംഗ് പർപ്പസിന്, മെഷർ എഫിഷ്യൻസി നോക്കാൻ, റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനൊക്കെയാണ്. ടു ഡു ദിസ് ജോബ് കാർഡ് ഈസ് ഓപ്പൺ. അനാലിസിസ് ഓഫ് ദി ടൈം വിത്ത് റെഫറൻസ് ടു ഓരോ ജോബിന്റെ സമയം നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ എംപ്ലോയിയെ നമ്മൾ റെഫറൻസ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഓവർഹെഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഓവർഹെഡ് ആർ ദ എക്സ്പെൻഡിച്ചർ വിച്ച് കനോട്ട് ബി കൺവീനിയന്റ്ലി ട്രേസ്ഡ് ടു ഓർ ഐഡന്റിഫൈ വിത്ത് എനി പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റ്. ഒരു പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഓവർഹെഡ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഓവർഹെഡ് ഓവറോൾ വരുന്നതാണ്. ഓവർഹെഡ് ഓൾസോ റിപ്രസെന്റ് എക്സ്പെൻസസ് ദാറ്റ് ഹാവ് ബീൻ ഇൻകർഡ് പ്രൊവൈഡിങ് സർട്ടൻ സർവീസസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വരുന്ന എക്സ്പെൻസും ആവാം. അത് നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്നു. ടൈപ്സ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ്: ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അതുപോലെ നേച്ചേഴ്സ്: ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ്, സെമി വേരിയബിൾ ഓവർഹെഡ്.
Elementary basically indirect material, indirect employee cost, indirect expenses. Controller basically controllable cost, uncontrollable cost. Accounting and control of manufacturing overheads. Cost allocation. The term allocation refers to direct assignment of cost to a cost object which can be traced directly. Cost apportionment is an allotment of proportions of items of cost to cost centers or departments. Reapportionment is the process of assigning സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർഹെഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് റീഅസൈൻ ചെയ്ത് വേറെ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടത്തി വിടുന്നതാണ് റീഅപ്പോർച്ച്മെന്റ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ റിക്കവറിംഗ് ഓവർഹെഡ്സ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ഓർ എനി അതർ കോസ്റ്റ് സെന്റർ ഫ്രം ഹിസ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് റിക്കവറിയോട് അബ്സോർപ്ഷൻ. ഓവർഹെഡ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വലിച്ചെടുക്കുക. ബേസിസ് ഓഫ് അപ്പോർച്ച്മെന്റ്. ഓവർഹെഡ് എങ്ങനെയാ? റെന്റ് ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, ഫയർ പ്രിപ്പറേഷൻ ഉണ്ട്, എയർ കണ്ടീഷൻ ഉണ്ട്, അതർ ബിൽഡിംഗ് എക്സ്പെൻസ് ഉണ്ട്. ഇതൊക്കെ ഫ്ലോർ ഏരിയ ബേസ് ആണ്. റിക്വസൈസ് ലേബർ വെൽഫെയർ എക്സ്പെൻസും ടൈം കീപ്പിംഗും സൂപ്പർവിഷനും പേഴ്സണൽ ഓഫീസ് ഒക്കെ നമ്പർ ഓഫ് വർക്കേഴ്സ് ബേസ്. കോമ്പൻസേഷൻ ടു വർക്കറും ഹോളിഡേ പേയും ESIയും PFും ഡയറക്ട് വേജസ്. General overheads direct wages. Depreciation, repairs, insurance of machine, capital value. Power, steam, internal transport, managerial salaries, technical estimate. Lighting in number of light points. Electric power hours based. Material handling, stores overhead, direct material. Nearly apportionment service department, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടി സഹായിക്കുമല്ലോ. ഇപ്പൊ മെയിൻ്റെനൻസ് റിപ്പയർ ഷോപ്പ് ഒക്കെ ഡയറക്റ്റ് ലേബർ അവേഴ്സും മെഷീൻ അവേഴ്സും ഉണ്ട്. പ്ലാനിങ് ആൻഡ് പ്രോഗ്രസ് ഡയറക്റ്റ് ലേബർ വേജസും അസറ്റ് വാല്യൂ. ടൂൾ റൂം എന്ന് പറയുമ്പോൾ അവേഴ്സ് വർക്ക്. ക്യാൻറ്റീൻ ആൻഡ് വെൽഫെയർ നമ്പർ ഓഫ് ഡയറക്റ്റ് വർക്കേഴ്സ്. ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറി നമ്പർ ഓഫ് എംപ്ലോയീസ്. പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിൽ ടൈം കീപ്പിംഗ് ഉണ്ട്. നമ്പർ ഓഫ് കാർഡ്സ് പഞ്ച് ബേസ് ചെയ്ത ടൈം കീപ്പിംഗ്. പഞ്ചിങ് വെച്ചാലേ അറിയാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ സെക്ഷനിൽ എത്ര നേരം കമ്പ്യൂട്ടർ വർക്ക് ചെയ്തു. പവർ ഹൗസും കിലോ വാട്ട് അവേഴ്സ് വെച്ച്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്പർ ഓഫ് റിക്വസിഷൻ. മെത്തേഡ്സ് ഓഫ് റീഅപ്പോർച്ച്മെന്റ്. റെസിപ്രോക്കൽ മെത്തേഡ് ഉണ്ട്, നോൺ റെസിപ്രോക്കൽ മെത്തേഡ് ഉണ്ട്. റെസിപ്രോക്കൽ മെത്തേഡിൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും അൾസറബിക് മെത്തേഡും ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നോൺ റെസിപ്രോക്കൽ മെത്തേഡ് ആണ് ഡയറക്റ്റും സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ് ഉള്ളത്. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. A factory has two service department P and Q and three production department A, B and C. P and Q എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. A, B, C എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ റെന്റ് അടച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി, ഇൻഡയറക്റ്റ് ലേബർ, ഡിപ്രിസിയേഷൻ, സർവീസ് എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എയുടെ ടോട്ടൽ. ഓക്കെ, അപ്പൊ എയുടെ ഡിപ്പാർട്ട്മെന്റ് ഇൻഡിവിജ്വൽ എക്സ്പെൻസ് തന്നിരിക്കുന്നു, ബിയുടെ തന്നിരിക്കുന്നു, സിയുടെ തന്നിരിക്കുന്നു, പിയുടെ തന്നിരിക്കുന്നു, ക്യൂവിന്റെ തന്നിരിക്കുന്നു. അപ്പൊ ഇതെന്തെന്ന് വെച്ചാൽ പിയും ക്യൂവും സർവീസ് ആണ്, എയും ബിയും സിയും ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഓരോത്തിന്റെ മൊത്തത്തിന്റെ ടോട്ടലാണ് അപ്പോർഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എക്സ്പെൻസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അലോക്കേറ്റഡ് ആസ് അണ്ടർ. എയും ബിയും സിയും പിയും ക്യൂവും ഉണ്ട്. അപ്പൊ ഇതിന്റെ എക്സ്പെൻസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു നോക്കാം. സർവീസ് ഡിപ്പാർട്ട്മെന്റില് പിയും ക്യൂവും പി കൊടുക്കുന്ന സർവീസിന്റെ 30, 40, 20, 10% ഈ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പി കൊടുക്കുന്ന സർവീസിന്റെ 30%, 40%, 20%, 10% A, B, C, Q വെച്ചാണ് പോയിരിക്കുന്നത്. ക്യൂ കൊടുക്കുന്ന സർവീസിന്റെ 10%, 20%, 50%, 20% A, B, C, P ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. You are required to show apportionment of overheads under different methods of apportioning in the service department and also work out the production hour rate recovery of overhead. അപ്പൊ നമ്മൾ ഇത് അതേ എങ്ങനെ അവർ തന്നിരിക്കുന്ന എക്സ്പെൻസ് റെന്റും ഇലക്ട്രിസിറ്റി ഇൻഡയറക്റ്റ് ലേബറും ഡിപ്രിസിയേഷൻ സർവീസ് എഴുതിയിട്ട് ഒന്ന് ടോട്ടൽ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്തു. ഓക്കെ, ഒന്ന് ടോട്ടൽ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്തു. ഇനി നോക്കാം എങ്ങനെ വന്നു നോക്കാം. 4000 പ്ലസ്, അതായത് നമുക്ക് ടോട്ടൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചെലവ് എത്രയെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ 4000 ആണ് അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ് പിയുടെ എക്സ്പെൻസിന്റെ ടോട്ടൽ 4000 ആണ്. ഈ 4000 പ്ലസ്
ഇത് കൂടാതെ മുകളിലേക്ക് വരുമ്പം കണ്ടോ ഈ പി തന്നെ 10% ക്യൂവിന് അവരുടെ സർവീസിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് അതുകൂടാതെ തന്നെ 20% സർവീസസ് ക്യൂവിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ let the expense of S1 department be apportioned equals to X. X1ന്റെ മൊത്തത്തിൽ അപ്പോർഷൻ ചെയ്ത അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് X ആയിട്ട് എടുക്കാം. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് 2ന്റെ ടോട്ടൽ എക്സ്പെൻസ് Y ആയിട്ട് എടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 4000 പ്ലസ് 20% Y എന്ന് പറയാൻ കാര്യം അവർ 20% എടുത്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള പി എടുത്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 20% ഓഫ് Y എന്ന് പറഞ്ഞത്. ക്യൂ 10% എടുത്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അപ്പൊ പിന്റെ ടോട്ടൽ എക്സ് ആണെങ്കിലും തൊട്ടടുത്തുള്ള ക്യൂ പിന്റെ ടോട്ടൽ എക്സ് ആണെങ്കിലും തൊട്ടടുത്തുള്ള ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ 20% സർവീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇവരുടെ ചെലവാണല്ലോ. അതുപോലെ തന്നെ ക്യൂവിന്റെ ടോട്ടൽ വൈ ആണെങ്കിലും ഒരു 10% അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 4000 പ്ലസ് 20% വൈ ഈസ് ഈക്വൽ ടു പിയുടെ ടോട്ടൽ എക്സ്പെൻസും 2600 പ്ലസ് 10% ഓഫ് എക്സ് അതായത് പിയുടെ 10% ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ക്യൂ വൈ ആയത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതായത് കണ്ട പി ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ഈ പിയും ക്യൂവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ക്യൂവിന്റെ ഭാഗത്ത് നിന്ന് ഒരു 20% എടുത്ത് ക്യൂ പിക്കും കൊടുത്തിട്ടുണ്ട്, പിയുടെ 10% എടുത്ത് ക്യൂക്കും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അവരുടെ ടോട്ടൽ എടുക്കുമ്പോൾ ഓൾറെഡി തന്നിരിക്കുന്നതിന്റെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 4000 2600 അതാ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. നീ വൈ ഇവിടെ കൊണ്ടിടുക. അപ്പൊ എന്ത് സംഭവിക്കും? 4000 പ്ലസ് 0.20 വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into 2600 plus 0.10 x എന്ത് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എക്സ് എന്നും വൈയും കൂടെ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു ബേസിക് മാത്സ് ആണ്, സ്കൂൾ മാത്സ് ആണ്. 4612 3061 നമുക്ക് ബേസിക് മാത്സ് കിട്ടും. ഇനി ഓവർ ഹെഡ് നമുക്ക് നോക്കാം. ഓവർ ഹെഡ് നമ്മൾ ഓൾറെഡി ടോട്ടൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അവർ തന്നിരിക്കുന്നത് വെച്ച് 7810 12543 4547 ആണെന്നും 4000 2600 വെച്ച് നമ്മൾ അപ്പോർഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 4612 പിയുടെ എക്സ്പെൻസ് ആണ്. ഇത് ഈ പെർസെന്റേജ് ഈ പിയുടെ സർവീസ് എല്ലാം ഈ എക്സ്പെൻസ് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഈ പ്രൊപ്പോർഷനിലാണ് ചെലവാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 4612നെ 30 40 20 10% അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബേസിക് മാത്സിൽ ഈ 4612നെ 30 40 20 10% ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3061നെ ഇതുപോലെ ബേസിക് മാത്സിൽ 10 20 50 20 ക്യൂവിന്റെ ടോട്ടൽ എക്സ്പെൻസ് ആയ 3061 ആ എക്സ്പെൻസ് ഇൻകർ ചെയ്തിരിക്കുന്നത് എ ബി സി പിനെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഇത്ര എക്സ്പെൻസ് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 10 20 50 20 ആയിട്ട് അപ്പോർഷൻ ചെയ്യാം. ഇതിൽ നിന്ന് അവസാനം നമുക്ക് മനസ്സിലാവും ഈ 4000 പിന്നെ ക്യൂവിൽ നിന്ന് കിട്ടിയ സഹായവും കൂടെ കൂട്ടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സ്പെൻസ് ആയി. അതുപോലെ ക്യൂവിൽ നിന്ന് നോക്കുമ്പോൾ 2600 നമുക്ക് പിയിൽ നിന്ന് കിട്ടിയ സഹായം കൂടെ നോക്കുമ്പോൾ 3661 ആയി. അങ്ങനെ വീണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയി ടോട്ടൽ കാണും. മെത്തേഡ്സ് ഓഫ് അബ്സോർബിംഗ് ഓവർഹെഡ് ടു വേരിയസ് പ്രോഡക്റ്റ്. Percentage of direct material ആണെങ്കിൽ total production overhead divided by budget direct material cost into 100. Percentage of prime cost ആണെങ്കിൽ total production overhead divided by prime cost into 100. Percentage of direct labor cost ആണെങ്കിൽ total production overhead ആണ് ന്യൂമറേറ്ററിലുള്ളത്, divided by direct labor cost into 100. Labor hour rate total production divided by overhead direct labor hour. Total production overhead divided by direct labor hour. Numerator എല്ലാം total production overhead ആണല്ലോ. Rate per unit of output. Amount of overhead divided by number of units.
പിന്നെ മെഷീൻ ഓവർ റേറ്റ്, ഡയറക്റ്റ് മെഷീൻ ഓവർ റേറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഡയറക്ട്ലി ഓർ ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് വിത്ത് ഓപ്പറേഷൻ മെഷീൻ ആർ ടേക്കൺ. കോംപ്രിഹെൻസീവ് മെഷീൻ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ അതർ എക്സ്പെൻസസ് ലൈക്ക് ഇൻകർ ഫോർ ഡിപ്പാർട്ട്മെന്റ് ആസ് എ ഹോൾ ആണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Okay. A machine has 8 identical drilling machines. 8 ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീൻസ് ആണ് ഉള്ളത്. 8 എണ്ണം ഉണ്ട്. 6 ഓപ്പറേറ്റർമാരുണ്ട്. നമ്മൾ ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ ആളിങ്ങനെ മോട്ടോർ പോലെ പിടിച്ച് കാണിക്കില്ലേ, പക്ഷെ എല്ലാത്തിനും ഒരാൾ വെച്ച് വേണ്ടേ. പക്ഷെ ഇവിടെ 6 ഓപ്പറേറ്റർമാരേ ഉള്ളൂ. ദ മെഷീൻ cannot be worked without an operator. ഒരു മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരാൾ മിനിമം വേണം. ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ ഓഫ് ഓൾ, എല്ലാ മെഷീനും കൂടെ കൂട്ടി ഇങ്ങനെ മെഷീൻ ഉണ്ടല്ലോ ഡ്രിൽ അടിക്കുന്ന പൈലിംഗ് ചെയ്യുന്ന 8 ലക്ഷം രൂപയാണ്. ദീസ് പർട്ടിക്കുലേഴ്സ് 6 മാസത്തെ പർട്ടിക്കുലേഴ്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. നോർമൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാസം 208 ആണ്. ആബ്സെന്റിസം വിത്തൗട്ട് പേ 18 അവേഴ്സ്, ലീവ് വിത്ത് പേ 20 അവേഴ്സ്. നോർമൽ ഐഡൽ ടൈം അൺഅവോയ്ഡബിൾ അവേഴ്സ് ആണ് 10. ആവറേജ് റേറ്റ് ഓഫ് വേജസ് പെർ വർക്കർ ഫോർ 8 അവേഴ്സ് എ ഡേ ₹800. പ്രൊഡക്ഷൻ ബോണസ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് 15% ഓഫ് വേജസ്. വാല്യൂ ഓഫ് പവർ കൺസ്യൂംഡ് തന്നിരിക്കുന്നു. സൂപ്പർവിഷൻ എക്സ്പെൻസസ്, ലൈറ്റിംഗ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ ഈ മുകളിൽ തന്നിരിക്കുന്നതെല്ലാം ഒരു ഇയറിനുള്ള എക്സ്പെൻസ് ആണ്. പക്ഷെ നമ്മൾക്ക് തന്ന അവേഴ്സും മറ്റേതൊക്കെ 6 മാസത്തെയാണ്. 6 മാസത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പവറും സൂപ്പർവിഷൻ ലൈറ്റിംഗ് 1 ഇയറിന്റെ ആണെന്ന് പറയുന്നു. റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് ഇൻക്ലൂഡിംഗ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് മെഷീൻ 8 ലക്ഷത്തിന്റെ 3% 6 മാസത്തേക്കാണല്ലോ. ഇൻഷുറൻസ്, ഡിപ്രിസിയേഷൻ 10%, സൺഡേ വർക്ക് എക്സ്പെൻസും ജനറൽ മാനേജ്മെന്റ് എക്സ്പെൻസ് അലോക്കേറ്റും തന്നേക്കുന്നു. യു ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് മെഷീൻ അവർ റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൻസറിലേക്ക് പോവാം. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ആദ്യം ഓപ്പറേറ്റേഴ്സ് വേജസ് ആണ് നമുക്ക് വേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നോർമൽ ആയിട്ട് നമുക്കുള്ളത് 208 അവേഴ്സ് ആണ്. അത് ഇൻറ്റു 6 മാസം. 6 ഓപ്പറേറ്റർമാരേ ഉള്ളൂ. 8 മെഷീൻ ഉണ്ടെങ്കിൽ 6 ഓപ്പറേറ്റർ, ഓരോ മെഷീനും ഇയാൾ ഉറപ്പായിട്ട് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തപ്പോൾ നോർമൽ അവൈലബിൾ അവേഴ്സ് കിട്ടിയത്. പ്ലസ് 18 അവേഴ്സ് തുല്യമായിട്ട് 6 ഓപ്പറേറ്റേഴ്സ് ലീവ് എടുത്തിട്ടുണ്ട്, ലീവായത്, ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ അത് കുറച്ചു. അപ്പൊ അത് വിത്തൗട്ട് പേ, അതിന് പേയ്മെന്റ് ഇല്ലാത്ത ലീവായിരുന്നു. അപ്പൊ അത്രയും അവേഴ്സ് നമുക്ക് പേയ്മെന്റ് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ 7380 അവേഴ്സിന് പേയ്മെന്റ് കൊടുത്തിട്ടുള്ളൂ. ഇനി അവരെടുത്ത ലീവ് 20 × 6 ഓപ്പറേറ്റേഴ്സ്, 20 അവേഴ്സ് 6 ഓപ്പറേറ്റേഴ്സ് ലീവ് എടുത്തിട്ടുണ്ട്, അത് കുറച്ചു. അവർക്ക് റെസ്റ്റ് ടൈം ആയിട്ട് ഒരു 10 അവേഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് അവര് 7200 അവേഴ്സ് ആണ് എഫക്റ്റീവ് ആയിട്ട് അവർ വർക്ക് ചെയ്തത്. പക്ഷെ നമ്മൾ 7380 അവേഴ്സിന്റെ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. As the machine cannot be operated without an operator wholly engaged on them thereof, hours for which 6 operators are available for 6 months are the hours for which machines can be used. Hence 7200 hours ആണ് effective working hours ആയിട്ട് വരിക. ഇനി അതുകൂടാതെ തന്നെ കമ്പ്യൂട്ടേഷൻ ഓപ്പറേറ്റേഴ്സ് വേജസ്, ആവറേജ് റേറ്റ് ഓഫ് വേജസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ₹800 ആണ് ആവറേജ് റേറ്റ് ഓഫ് വേജസ് ഫോർ 8 hours per day എന്ന് പറയുന്നത് കൊണ്ട് 800 / 8 hours ആണ്. ഒരു അവർ 100 per hour ആണ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ 7200 എഫക്റ്റീവ് വർക്ക്സ് ഉണ്ടെങ്കിലും 7380 പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 7380 × 100 എന്ന് പറയുമ്പോൾ 7,38,000 പേയ്മെന്റ് നമ്മൾ വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 7,38,000 ആയത്. ഇനി പ്രൊഡക്ഷൻ ബോണസ് എന്ന് പറഞ്ഞാൽ ഈ വേജസിന്റെ 15%, 7,38,000 15%. ഇതിന്റെ 15% എടുക്കുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ബോണസ് കിട്ടി. പവർ കൺസ്യൂംഡും സൂപ്പർവിഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ, ലൈറ്റിംഗ് ആൻഡ് ഇലക്ട്രിസിറ്റി ഒക്കെ നമുക്ക് തരുന്നുണ്ട്. പവർ കൺസ്യൂംഡ്, സൂപ്പർവിഷൻ, ഇൻഡയറക്റ്റ് ലേബർ,
ലൈറ്റിംഗ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മുകളിൽ പറഞ്ഞ 6 മാസത്തേക്കുള്ളതാണ്, ഈ താഴെ പറയുന്നതാണ് റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ്. ദീസ് പർട്ടിക്കുലേഴ്സ് ആർ ഫോർ എ ഇയർ എന്ന് പറയുന്നത്, ഇതിന്റെ താഴെ പറയുന്നത് 1 വർഷത്തേക്കുള്ളതും ഫോർ 6 months, ഈ 6 monthsന്റെ താഴെ പറയുന്നത് 6 മാസത്തേക്കുള്ളതുമാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നിരിക്കുന്ന പവർ കൺസ്യൂംഡ് സൂപ്പർവിഷനും ഒക്കെ ഈ സെന്റൻസിന് മുകളിലാണ്, അതുകൊണ്ട് 6 months തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എടുത്തു. പക്ഷെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് 1 ഇയറിലാണ് തന്നിരിക്കുന്നത്. മൊത്തം വാല്യൂ ഓഫ് മെഷീൻ 8 ലക്ഷമാണ്. അത് 6 months എടുത്തിട്ട് 3% കാണും. ഇൻഷുറൻസ് അതുപോലെ 6 months, ഡിപ്രിസിയേഷൻ 6 months തന്നെയാണ് കാണുന്നത്. സൺഡേ വർക്കർ എക്സ്പെൻസ് തന്നിരിക്കുന്നത് 12,000 ആണ്. അത് നമ്മൾ 6 monthsനെ കാണുന്നു. ജനറൽ മാനേജ്മെന്റ് എക്സ്പെൻസ് അതും 6 months 1 ഇയറിന്റെ തന്നിരിക്കുന്നത് നമ്മൾ 6 monthsനെ കാണുന്നു. അങ്ങനെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മൊത്തത്തിലുള്ള എമൗണ്ട് കിട്ടിയിട്ട് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് മെഷീൻ ഷോപ്പ് ഡിവൈഡ് ബൈ അവേഴ്സ് ഓഫ് മെഷീൻ ഓപ്പറേഷൻ. 7,200 hours ആണ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്തത്. നമുക്ക് ഇതിന്റെ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ 10,79,000 ചില്ലറ വന്നു. ഡിവൈഡ് ചെയ്ത് ഇത്രയാണ് മെഷീൻ അവർ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Job number 198 was commenced on October 10, 2021 ആണ് job 198 commence ചെയ്തത് and completed on November 1, 2001. അപ്പോൾ ഒക്ടോബർ 10 തുടങ്ങിയിട്ട് നവംബറിൽ അവസാനിച്ച് job 198. 6,000 മെറ്റീരിയലും 4,000 ലേബറും ഉപയോഗിച്ചു. രണ്ടാമത്തെ ഈ മെഷീന്റെ നമ്പറാണ് രണ്ടാം. ആദ്യം പറഞ്ഞ ജോബ് നമ്പർ. ഒരു മെഷീൻ 40 hours ആണ് ഉപയോഗിച്ചത്. മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ 35 രൂപയാണ്. രണ്ടാമത്തെ മെഷീന്റെ പേര് 150, അത് ഉപയോഗിച്ച് 30 hours ആണ്. അതിന്റെ മെഷീൻ റേറ്റ് 40 ആണ്. 6 welders worked on the job. 6 welders 5 ദിവസം 8 മണിക്കൂർ വെച്ചാണ് അവർ വർക്ക് ചെയ്തത്. പെർ വെൽഡറിന് ഒരു അവറിന് 20 rupees ആണ് കൊടുക്കുന്നത്. General expenses related to production not include for calculating either machine hour or direct labor hour rate. Total 20,000. അപ്പോൾ ജനറൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഈ മെഷീൻ അവർ റേറ്റും ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ഫോർ കാൽക്കുലേറ്റിംഗ് ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 20,000 ജനറൽ എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് വേജസ് എന്ന് പറയുമ്പോൾ 2 lakh. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 2 lakh എന്ന് പറയുമ്പോൾ വേജസിന്റെ ഏകദേശം 10% ജനറൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ 190 ജോബിന്റെ മൊത്തത്തിലുള്ള വർക്ക് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മെറ്റീരിയൽ 6,000 4,000 തന്നിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് നോക്ക്. 6 വെൽഡേഴ്സ് 5 ദിവസം 8 hours വർക്ക് ചെയ്ത 240 hours. ഓക്കെ. മെഷീനറി നമ്പറിൽ ഫസ്റ്റ് മെഷീൻ 40 hours 35 മെഷീൻ അവർ റേറ്റ് നമ്മൾ ഉപയോഗിച്ചു. രണ്ടാമത്തെ മെഷീൻ 30 hours 40 രൂപ വീതം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് കിട്ടി. ഇനി 240 hours ആണ് ജോലിക്കാർ വെൽഡേഴ്സ് വർക്ക് ചെയ്ത്. അവർക്ക് 20 rupees per hour കൊടുത്തിട്ടുണ്ട്. ജനറൽ എക്സ്പെൻസ് 10% വേജസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പൊ വേജസ് എത്രയാണ്? 4,000. അതിന്റെ 10% ജനറൽ എക്സ്പെൻസ് 400 കിട്ടി. ഇത് കൂട്ടുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് 17,800 കിട്ടുന്നു. അടുത്തതിലേക്ക് പോകാം. ട്രീറ്റ്മെന്റ് ഓഫ് ഓവർ ആൻഡ് അണ്ടർ റിക്കവറി. ഓവർഹെഡ് എക്സ്പെൻസസ് ആർ യൂഷ്വലി അപ്ലൈഡ് ടു പ്രൊഡക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് predetermined rates. Production overheads are predetermined in advance for filling selling price. Actual overhead rate will rarely coincide with predetermined overheads. Treatment of under absorbed over absorbed ആയിട്ടുള്ള overheads ഉണ്ട്. പോസിറ്റീവ് പിയാനിലേക്ക് മാറ്റുന്ന സമയത്ത് എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഈ സ്മോൾ ആണെങ്കിൽ ഓർ അബ്നോർമൽ റീസൺസ് കാരണമാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് പിയാനിൽ അക്കൗണ്ടിലേക്ക് മാറ്റും. സപ്ലിമെന്ററി റേറ്റ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ഫിനിഷ്ഡ് ഗുഡ്സിന് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അടുത്ത ഒരു പ്രോബ്ലം ചെയ്യാം.
In a factory, overheads of a particular department തന്നിരിക്കുന്നു. Recover on the basis of ₹5 per machine hour ആണ് overhead recovery ഉള്ളത്. Total expense including actual machine hours for a department for the month August എന്ന് പറയുമ്പോൾ total expense എത്ര 80,000. Machine hours എത്ര 80,000 rupees ആണ് total expense. Machine hours എന്ന് പറഞ്ഞാൽ 10,000 hours ആണ്. ഈ 80,000 rupeesല് ലേബർ കോട്ട് ഒരു കേസിൽ വന്ന 15,000 ലാസ്റ്റ് ഇയറിലെ ഒരു പ്രീ എക്സ്പെൻസ് 5,000 കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് കുറയ്ക്കണം. ആക്ച്വൽ പ്രൊഡക്ഷൻ 40,000 യൂണിറ്റ്സ് ആണ്. അതിൽ 30,000 യൂണിറ്റ്സ് ആണ് നമ്മൾ വിൽപ്പന നടത്തിയിട്ടുള്ളൂ. റീസൺ നോക്കിയപ്പോൾ 60% of under absorbed overhead was due to defective planning and rest was attributable to normal cost increase. Show the treatment of overall under absorbed overhead in the cost accounts. നമ്മൾ കാണിക്കും 60% under absorbed overhead into defective planning കൊണ്ട് വന്നതാണ്. ബാക്കിയുള്ളത് നോർമൽ കോസ്റ്റ് ഇൻക്രീസ് കൊണ്ട് വന്നതാണ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. Total expense incurred in the month 80,000 rupees ആണ് നമുക്ക് എക്സ്പെൻസ് വന്നത്. പക്ഷെ ഒരു കോർട്ട് ഓർഡർ പ്രകാരം 15,000 വന്നു. അത് കുറച്ചു. അത് എന്നും വരുന്ന നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്, എന്നും വരുന്നതല്ല. പ്രീവിയസ് ഇയറിൽ 5,000 എക്സ്പെൻസ് ആണ് ഈ വർഷം കൊണ്ട് ആഡ് ചെയ്ത് നമ്മൾ അക്രൂവൽ ബേസിസിലാണ്. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നെറ്റ് ഓവർഹെഡ് 60,000 ഉള്ളൂ. 10,000 hours ₹5 per hour ആണ് ഓവർഹെഡ് റിക്കവർഡ് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പൊ വായിച്ചു. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് അത് കുറച്ച് കഴിയുമ്പോൾ അണ്ടർ അബ്സോർഡ് ആയിട്ട് ഇരിക്കുന്നത് 10,000. അതിന്റെ 60% എന്ന് പറയുമ്പോൾ 6,000. എന്തുകൊണ്ടാണ് 6,000 വരാൻ കാര്യം? ഡിഫക്റ്റീവ് പ്ലാനിങ് ആണ്. ബാക്കി 4,000 വരാൻ കാര്യം 10,000 മൈനസ് 6,000 4,000 വരാൻ കാര്യം ഓവർ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽ യൂസിങ് സപ്ലിമെന്ററി ഓവർ ഹെഡ് ആണ് ഉപയോഗിക്കുന്നത്. സപ്ലിമെന്ററി റേറ്റിന്റെ ഫോർമുല ആണ് അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് ഡിവൈഡ് ബൈ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് 4,000 ഡിവൈഡ് ബൈ യൂണിറ്റ് നമ്മൾ 40,000 ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ₹0.10 ആണ് സപ്ലിമെന്ററി റേറ്റ്. നമുക്ക് ഓവർഹെഡ് അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് ആയിട്ട് കണ്ടുപിടിച്ച് 10,000 ആണ്. 10,000 യൂണിറ്റ്സ് ഇൻറ്റു 0.10 അടിച്ചാൽ 1000 എന്ന് കിട്ടുന്നു. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ സെയിൽ നടത്തിയത് നോക്കൂ 30,000 യൂണിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് 30,000 യൂണിറ്റ്സ് ഇൻറ്റു 0.10 എടുക്കുമ്പോൾ 3,000 വന്നത്. Accounting and control of administrative overhead. There are three methods of accounting of administrative overheads. Absorptioning administrative overheads between production and sales department. When this method is adopted, administrative overhead loses their identity and get production and selling overheads. Administrative overhead production and sale department ആയിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നു. Charging to P&L account. Cost of product is understated as administrative overhead are no charge to cost. Cost of production കുറച്ച് കാണിക്കുകയാണെങ്കിൽ അത് കോസ്റ്റിലേക്കല്ല ചാർജ് ചെയ്യുന്നത്. Treating administrative overhead as a separate addition to cost of production. Cost of production separate addition ആയിട്ട് administrative overhead ട്രീറ്റ് ചെയ്യാം. Control of administrative overhead. Classification and analysis of overhead by administrative department. അവരുടെ ഫങ്ഷൻസും കമ്പാരിസണും റിസൾട്ട് ഒക്കെ നോക്കിയാണ് കമ്പയർ ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ബഡ്ജറ്റ് വെച്ച് കൺട്രോൾ ചെയ്യും, സ്റ്റാൻഡേർഡ് വെച്ച് കൺട്രോൾ ചെയ്യും. അടുത്ത ഒരു പ്രോബ്ലം ചെയ്യാം. Factory overhead and administration overhead reverse calculation. ഒരു എഞ്ചിനീയറിംഗ് കമ്പനി ഉണ്ട്. The factory overheads are recovered on a fixed percentage basis. Factory overhead recover ചെയ്തിരിക്കുന്നത് fixed percentage basis on direct wages and അപ്പം fixed percentage ആണ് on factory overhead. Factory overhead on fixed percentage on direct wages. Administrative overhead fixed percentage on factory cost ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. The factory overhead rate as a percentage of direct wages അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ factory overheadനെ F എന്ന് കാണും, administrative overheadനെ A എന്ന് കാണും.
ഓക്കെ, ഫാക്ടറി ഓവർ ഡയറക്റ്റ് വേജസിന്റെ എത്രയോ പെർസെൻറ്റേജ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഫാക്ടറി കോസ്റ്റിന്റെ എത്രയോ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ഇനി അവര് നമുക്ക് രണ്ട് ജോബാണ് തന്നിരിക്കുന്നത്. അതിന് ഡയറക്റ്റ് മെറ്റീരിയൽ വേജസും സെല്ലിംഗ് പ്രൈസസും പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ടോട്ടൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റും തന്നിരിക്കുന്നു. നമ്മൾ പെർസെൻറ്റേജ് റിക്കവറി റേറ്റ് കണ്ടുപിടിക്കണം. ഈ ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, എമൗണ്ട് ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ആൻഡ് പ്രോഫിറ്റ് ഫോർ ഈച്ച് ജോബ്. പിന്നെ അതുകൂടാതെ വേറൊരു ജോബ് നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ മെറ്റീരിയലും വേജസും തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ് തന്നെങ്കിൽ 12/1/2. 12/1/2 പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 12 into 2 plus 1 divided by 2 is equal to 12 into 2 equal 24 plus 1 25 divided by 2 എന്ന് പറഞ്ഞാൽ 12.5% എന്നാണ് അടുത്തത്. 12.5%. അപ്പൊ 100 minus 12.5% എന്ന് പറയുമ്പോൾ 87.5% എന്ന് വരും. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇതുപോലെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേജസിന്റെ എത്രയോ പെർസെൻറ്റേജ് ആണ്. അതിനെ എഫ് എന്ന് വിളിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് വേജസിന്റെ എത്രയോ പെർസെൻറ്റേജ് ആയിട്ടാണ് ഫാക്ടറി ഓവർഹെഡ് വരും. അതിനെ നമ്മൾ എഫ് എന്ന് വിളിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഫാക്ടറി കോസ്റ്റിന്റെ എത്രയോ പെർസെൻറ്റേജ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എ എന്ന് കാണാം. ഫാക്ടറി കോസ്റ്റ് ഓഫ് ജോബ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് പ്ലസ് ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? 54,000. ഡയറക്റ്റ് വേജസ് 42,000. ഇനി അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും കിട്ടി. അതുപോലെ ഇവിടെ രണ്ടാമത്തെ ജോബിന് 37,500 30,000 ആണ് ഡയറക്റ്റ് മെറ്റീരിയലും വേജസ്. ഓവർഹെഡ് എന്ന് പറയുമ്പം ഫാക്ടറി ഓവർഹെഡ് ഡയറക്റ്റ് വേജസിന്റെ എത്രയോ പെർസെൻറ്റേജ്, ഡയറക്റ്റ് വേജസിന്റെ 42,000 എത്രയോ പെർസെൻറ്റേജ്. അതുകൊണ്ടാണ് 40,000 into എഫ് പെർസെൻറ്റേജ്, എഫ് നിൽക്കുന്നത്. 30,000 എഫ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും കൂടെ കൂട്ടുന്നതാണ്. അപ്പൊ ഈ ഫാക്ടറി കോസ്റ്റ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല പോലെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചായിരുന്നു. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടുപിടിച്ച ഫാക്ടറി കോസ്റ്റിന്റെ മുകളിലുള്ള ഒരു പെർസെൻറ്റേജ് ആണ്. അത് ഈ കണ്ടുപിടിച്ചതിന് മുകളിലുള്ളതാണ്. ഈ 54,000 42,000 കൂടെ കൂട്ടി ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കാം. അപ്പൊ ഇത് ഈക്വൽ ടു ഷോർട്ട് ആക്കുമ്പം 54,000 പ്ലസ് 42,000 അടിച്ച 96,000 പ്ലസ് 42,000 എഫ്. ഓക്കെ, രണ്ടാമത് 36,500 പ്ലസ് 30,000 അടിച്ച 67,500 പ്ലസ് 30,000 എഫ്. ഇനി അടുത്ത ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി കോസ്റ്റിന്റെ അത്രയും പെർസെന്റ്. അപ്പൊ ഇത് ഇൻറ്റു എ പെർസെൻറ്റേജ്, അതായത് എ എന്ന് വരും. നമുക്ക് അതിന്റെ മുകളിൽ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ നേരത്തെ കണ്ടുപിടിച്ചതിന്റെ കൂടെ ഈ നേരത്തെ രണ്ടാമത് ഞാൻ പറഞ്ഞ എയും കൂടെ കൂട്ടിയേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ അങ്ങനെ ചെയ്തു. ഇതിന്റെ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിച്ചെന്നിരിക്കാൻ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ് 10%, 20% തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഫോർമുല അപ്ലൈ ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ 100% പെർസെൻറ്റേജ് പ്രോഫിറ്റ്. ഫസ്റ്റ് കേസിൽ 10%, സെക്കൻഡ് കേസിൽ 20%. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഉണ്ട് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് 166, 650, 128, 250 നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ആ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അടിക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് രണ്ടിന്റെയും കിട്ടും.
അങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് ഫാക്ടറി ഓവർഹെഡും ഫാക്ടറി കോസ്റ്റും കൂടി ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടി. ഇതിൽ അപ്ലൈ ചെയ്ത് നമ്മൾ എയും എഫും ബേസിക് മാത്സ് വെച്ച് എയും എഫും കണ്ടുപിടിക്കും. അതിന് ഇവര് ചെയ്ത് രണ്ട് ഇക്വേഷൻ അതുപോലെ എടുത്ത് എഴുതിയിട്ട് ഫസ്റ്റ് ഇക്വേഷന് രണ്ട് സൈഡിലും പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷന് രണ്ട് സൈഡ് ഇൻറ്റു പൈ കൊണ്ട് എല്ലാത്തിനും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് ഇക്വേഷനിൽ രണ്ട് സൈഡിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് താഴത്തെ ഇതിന്റെ സൈൻ മാറ്റും, ബേസിക് മാത്സ്. താഴത്തെ ഇതിന്റെ സൈൻ മാറ്റുമ്പോഴത്തേക്കും ഈ ഒരേപോലെ സൈൻ വരുന്ന വെട്ടി വെട്ടി 0 ആയിപ്പോകും. 0 ഇതും ഓപ്പോസിറ്റ് സൈൻ ആയി, ഇത് രണ്ടും വെട്ടിപ്പോയി. ഇനി സൈൻ മാറ്റിയല്ലോ, അതുകൊണ്ട് 4,80,000 മൈനസ് 4,72,500 7,500. 4,80,000 മൈനസ് 4,72,500 എ. അപ്പം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടും. ഇത് മൈനസ് ചെയ്യുമ്പോൾ 7,500 തന്നെ, പക്ഷെ ഇവിടെ എ ഉണ്ട്, എ അങ്ങനെ തന്നെ എഴുതി. അപ്പൊ 7,500 പ്ലസ് ഇത് ഈക്വൽ ടു 9,325 കിട്ടി. അങ്ങനെ നമുക്ക് എയുടെ വാല്യൂ കിട്ടുന്നു. എ എന്ന് പറഞ്ഞാൽ 25% ആണ്, എഫ് എന്ന് പറഞ്ഞാൽ 60% ആണ്. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും, തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടും. ഇനി സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ 2 ജോബ്സ്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസ് നമ്മൾ കൂട്ടി എഴുതുന്നു. നമുക്ക് അത് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും കൂടെ കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. അതിന്റെ 50% ഓഫ് ഡയറക്റ്റ് വേജസ് ആണ് ഫാക്ടറി ഓവർഹെഡ്സ്. അപ്പോൾ ഡയറക്റ്റ് വേജസിന്റെ 60% എടുക്കുന്നു. അപ്പൊ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് കിട്ടി. അതും കൂടെ കൂട്ടുമ്പോൾ ഫാക്ടറി കോസ്റ്റ്, അതിന്റെ 25% എടുത്ത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ്. ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ആദ്യത്തെ കേസ് ജോബിൽ 10% അതുകൊണ്ട് 50/150. സെക്കൻഡ് കേസിൽ 106,875 ഇൻറ്റു 20% എന്ന് പറഞ്ഞാൽ 20% ആണ് സെക്കൻഡ് കേസിൽ. അപ്പൊ 21,330. ഇതിന്റെ 20%, ഇതിന്റെ 10%, അതിന്റെ പ്രോഫിറ്റ് ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരും. മൂന്നാമത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Using the above recovery days, determine the selling price of job. Direct material wages, profit percentage, selling price തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 12.5% ആണ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് 100 12.5% കുറച്ച് ബാക്കിയുള്ളത്. ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽ വേജസും കൂടെ കൂട്ടുന്നു, പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി പ്രൈം കോസ്റ്റ് കിട്ടി. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയോ ഡയറക്റ്റ് വേജസിന്റെ എത്രയോ പെർസെന്റേജ് ആണ് നമ്മൾ ആദ്യം പഠിച്ച്, അത് 60% ആണ് പിന്നെ കണ്ടുപിടിച്ച്. അപ്പൊ ഡയറക്റ്റ് വേജസ് 20,000 ഇൻറ്റു 60% 12,000. പ്രൈം കോസ്റ്റ് ഫാക്ടറി ഓവർഹെഡ് കൂട്ടിയ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി കോസ്റ്റിന്റെ എത്രയോ പെർസെന്റേജ് ആണ് പറഞ്ഞിരുന്നു. ആ പെർസെന്റേജ് 25% നേരത്തെ കണ്ടുപിടിച്ച്. 56,000 into 25%, 56,000 into 25%, 14,000. അത് കൂട്ടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നേരത്തെ കണ്ടുപിടിച്ച് 87.5% ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഈ സെല്ലിംഗ് പ്രൈസും ടോട്ടൽ കോസ്റ്റും ഡിഫറൻസിന്റെ ബാലൻസിങ് ഫിഗറാണ് പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ, അങ്ങനെ ആ പ്രോബ്ലം നമ്മൾ ചെയ്തു. At the accounting and control of selling overheads. Selling costs or overhead expense are the expense incurred for the purpose of promoting the marketing and sales of different products. Distribution expense on the expense. On the other hand, are expense related to delivery and dispatch of goods sold. Selling cost overhead expense ഒക്കെ ഉണ്ട്. ഈ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിനും അതിനും വേറെ വേറെ എക്സ്പെൻസുകൾ ഉണ്ട്. ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫിക്സ് എക്സ്പെൻസ് ഫ്രം വേരിയബിൾ എക്സ്പെൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്.